ഹലോ നമസ്കാരം. റിയാക്റ്റും ഫയർബേസ് ഉപയോഗിച്ച് ടിക്ടോക്ക് ലോഞ്ച് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീഡിയോ സൈഡ് ബാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെ വീഡിയോ സൈഡ് ബാർ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലേക്ക് എങ്ങനെ നമുക്ക് കുറച്ച് ഐക്കൺസ് ചേർത്ത് കൊടുക്കാമെന്നും ആ ഐക്കൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതായത് ഐക്കണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൽ നിന്നും തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിലേക്ക് ലൈക്ക് ബട്ടണ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യണതും എങ്ങനെ ഡിക്രീസ് ചെയ്യണതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഓരോ ലൈക്സ് ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡിവ് ചേർത്ത് കൊടുക്കുകയാണ്. ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ഡിവിലേക്കായിട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഫേവറേറ്റ് ഐക്കണും അതേപോലെ മെസ്സേജ് ഐക്കണും അതേപോലെ ഷെയർ ഐക്കണും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡിവിൻ്റെ ഉള്ളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡിവ് എന്ന് കൊടുത്തു. ഇതിന് ഞാൻ ക്ലാസ് നെയിം ഈക്വൽ ടു ഒരു വീഡിയോ സൈഡ് ബാർ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വന്ന് ഈ ഡിവ് ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേ സ്റ്റൈൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ നേരെ താഴെയുള്ള ഭാഗത്തിന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഇതിന് ഞാൻ അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഞാനത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തതിന് നമുക്കൊരു CSS കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സൈഡ് ബാർ ബട്ടൺ എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് CSS കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം വീഡിയോ സൈഡ് ബാർ CSSൽ പോയതിന് ശേഷം ആൾറെഡി കൊടുത്തതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു ഡോട്ട് ഇട്ടു. അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ നെയിം എന്താണോ അത് ചേർത്ത് കൊടുത്തു. ഇതിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന CSS എന്തൊക്കെയെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് പാഡിംഗ് എന്നുള്ളത് നമ്മുടെ ഒരു 20 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാഡിംഗ് എന്നുള്ളത് ഞാനിവിടെ വന്നൊരു 20 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ടെക്സ്റ്റ് അലൈന് സെൻറ്ററും ചേർത്ത് കൊടുത്തു. അതായത് ഇതിൻ്റെ ഉള്ളത്തെ ടെക്സ്റ്റുകൾ മുഴുവനായിട്ടും നമുക്ക് സെൻറ്ററിലേക്കായിട്ട് വരാൻ വേണ്ടി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി സേവ് ചെയ്ത് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്, എന്തൊക്കെ ഇതിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് വരട്ടെ. കമ്പൈലിങ്ങിലാണ് നിൽക്കുന്നത്, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഏതാണ്ട് റണ്ണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എത്ര ലൈക്കാണെന്നും അതേപോലെ തന്നെ എത്ര ഷെയർ ഉണ്ടെന്നും അതേപോലെ തന്നെ എത്ര മെസ്സേജ് ഉണ്ടെന്നുള്ളതും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മുകളിലോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ ലൈക്ക് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളത്തെ ഈ ഫില്ലഡ് ആയിട്ടുള്ള എർട്ട് സിമ്പിൾ ബോർഡറുള്ള സിമ്പിളിലേക്ക് നമുക്കെന്ത് മാറണം. അങ്ങനെ അതായത് ലൈക്കും നമുക്ക് ഡിസ്ലൈക്കും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് വീഡിയോ സൈഡ് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് കോൺസ്റ്റ് എന്ന് ഇട്ടു. അതിന് ശേഷം നമ്മളിവിടെ വന്ന്
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ലൈക്ക് ആൻഡ് സെറ്റ് ലൈക്ക് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഈ റിയാക്റ്റ് എന്നുള്ളതിനെ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊടുത്ത ആ യൂസ് സ്റ്റേറ്റ് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ യൂസ് സ്റ്റേറ്റ് ഒന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇനി ലൈക്ക് ചെയ്തിക്കണോ അതല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷന് ചേർത്ത് കൊടുക്കാം. അതായത് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ബോർഡറായിട്ട് വരണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ബോർഡർ ഒഴിവാക്കണം. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭാഗം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് റിയാക്റ്റ്, ഇവിടെ ബ്രാക്കറ്റ് വേണ്ട, ജസ്റ്റ് ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, യൂസ് സ്റ്റേറ്റ് ഫ്രം ഓക്കെ. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഇതിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിക്കണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് ഈ ഫേവറേറ്റ് ഐക്കണിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചേർത്ത് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു ബ്രാക്കറ്റ് നമ്മളിവിടെ വന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടീഷന് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലൈക്ക് ചെയ്തിക്കണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ലൈക്ക് എന്നുള്ളൊരു ഭാഗം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതൊന്ന് ഞാനൊരു ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് ലൈക്ക് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ലൈക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഓരോന്ന് സ്റ്റെപ്പായിട്ട് പറയാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ലൈക്ക് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അതായത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണമെന്നും ഇനി ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ഐക്കണ് ഓൺ ക്ലിക്ക്, അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു എന്നുള്ളൊരു ഇവൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ഈ സെറ്റ് ലൈക്ക് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഡിഫോൾട്ട് ഫാൾസ് ആണ്, ആ രൂപത്തിലേക്ക് ആക്കണം. ഇനി ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫേവറേറ്റ് ഐക്കണ് ഓൺ ക്ലിക്ക്, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ സെറ്റ് ലൈക്ക് ട്രൂ എന്നും ആക്കി കൊടുക്കണം. അതായത് ഇതിലേക്കുള്ള വാല്യൂസ് ഇതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ ഫാൾസും ഇതിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ ട്രൂ ആവണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണ് മാറ്റം വന്നു എന്ന് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആ 2 ഐക്കണും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഇപ്പോൾ ആൾറെഡി നമ്മളിവിടെ ഒരു ഐക്കൺ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒഴിവാക്കാം. നമ്പർ മാത്രം നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് വരും. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഫില്ല് ചെയ്തിട്ടുള്ളത് വരും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും അതേപോലെ തന്നെ വരികയും ചെയ്യും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ, അതായത് ഇപ്പോൾ ഇവിടെ 102 എന്നുള്ളതാണ്, അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ആൾറെഡി ഉള്ള വാല്യൂ കൂടെ ഒന്നുകൂടി നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഒരു കണ്ടീഷന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ വന്ന് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മളിവിടെ വന്ന് ലൈക്ക് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആൾറെഡി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വാല്യൂ എത്രയാണോ അതിൻ്റെ കൂടെ ഒന്നുകൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വാല്യൂ 301 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വാല്യൂ എത്രയാണോ അതിൻ്റെ കൂടെ ഒന്നുകൂടി നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യണം. ഇനി അല്ലെങ്കിൽ വാല്യൂ നമ്മളവിടെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 301 തന്നെ നിൽക്കണം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്കതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം, എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റണ്ണായിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇതിൻ്റെ ഒരു വാല്യൂ കുറയുകയും ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസ്ലൈക്ക് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ നമുക്കിവിടെ വന്നൊന്ന് കൂടുകയും അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ആവും. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് ഡിക്രീസ് ആവുകയും ചെയ്യും.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ലൈക്ക്, അതേപോലെ തന്നെ ഷെയർ, മെസ്സേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്സ് വഴി വീഡിയോയിൽ നിന്ന് ഇതിലേക്കായിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഈ വീഡിയോ സ്ലൈഡ് ബാറിൻ്റെ ഉള്ളിലൊരു പ്രോപ്സ് ചേർത്ത് കൊടുക്കാനും നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തു. നമുക്ക് ലൈക്സ് വേണം, അതേപോലെ ഷെയർ വേണം, അതേപോലെ തന്നെ മെസ്സേജസ് വേണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇതിൽ ഡിഫോൾട്ടായിട്ട് കൊടുത്ത വാല്യൂസുകളൊക്കെ മാറ്റിയിട്ട് ആ പ്രോപ്സിൽ വരുന്ന വാല്യൂസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ലൈക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ ആൾറെഡി ഉള്ള ലൈക്സ് എത്രയാണോ അത് നമുക്ക് നോർമലായിട്ട് പ്രിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ മെസ്സേജ് എന്താണോ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ വന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് ആ ഷെയർ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷെയർ എത്രയാണോ അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി ഇത് സേവ് ഷെയർസ് എന്നുണ്ട്. അപ്പോൾ അതിവിടെ എസ് വരാത്തതുകൊണ്ടാണ് നമുക്ക് ആ എറർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ് കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വന്ന് റൺ ചെയ്യിക്കുമ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് ആ മെസ്സേജും അതേപോലെ ആർട്ടും ആ ഷെയറും എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. കാരണം ഈ പ്രോപ്സ് വഴി ഇതിലേക്ക് വാല്യൂസ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിവിടെ ചേർത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ വാല്യൂസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് വാല്യൂസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് വീഡിയോ എന്നുള്ള ഭാഗത്തേക്ക് പോവുക. നമ്മളിവിടെ വന്ന് വീഡിയോ സൈഡ് ബാറിനുള്ളിലേക്ക് നമുക്കിതിലേക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് നമുക്കിവിടെ സെൻഡ് ചെയ്യാം. ആദ്യം ലൈക്സ് എന്ന് ചേർത്ത് കൊടുത്തു. എത്ര ലൈക്സ് വേണോ അത് നമ്മളിവിടെ ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഷെയർസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ എത്ര ഷെയർ ആണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് മെസ്സേജസ് എന്നാണ്. അപ്പോൾ എത്ര മെസ്സേജസ് ആണോ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്ക് എത്ര മെസ്സേജ് വേണമെന്നുള്ളതും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി സേവ് ചെയ്തിട്ട് എന്താണോ ഇതിൻ്റെ ഉള്ളിൽ മാറ്റം വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, നമ്മൾ ആ പ്രോപ്സ് വഴി ഇതിലേക്ക് സെൻഡ് ചെയ്ത ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് തരിക. അതുവഴി സെൻഡ് ചെയ്ത ഷെയർ എത്രയാണെന്നും ലൈക്ക് എത്രയെന്നും അതേപോലെ തന്നെ മെസ്സേജ് എത്രയെന്നും അതേപോലെ തന്നെ ഷെയർ എത്രയെന്നുള്ള ഡീറ്റെയിൽസും നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ആഡ് ചെയ്യുന്നതും അത് പ്രോപ്സ് വഴി ഇതിലേക്ക് വാല്യൂ സെൻഡ് ചെയ്യുന്നതും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോക്ക് തുടർന്ന് വരുന്ന കാര്യങ്ങൾ, അതായത് ഇതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.